വഖഫ് നിയമ ഭേദഗതിയുടെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ. ഇനി വരാൻ പോകുന്ന ഇതൊക്കെയാണ്. ഇപ്പോൾ കൊടുങ്ങല്ലൂർ പള്ളിയുണ്ട്, സെൻറ് തോമസ് ചർച്ച്. ആ സെൻറ് തോമസ് ചർച്ചിൻ്റെ അടിയിൽ വിഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഗാൻവാപ്പി അവിടെ ആവർത്തിക്കാം. അതൊക്കെ ഉള്ളൂ ഇനി ഉണ്ടാകാൻ പോകുന്നത്. പള്ളിയുടെ അടിയിൽ ശിവലിംഗം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പള്ളി പൊളിക്കണം. അത് ക്രിസ്ത്യാനിയുടേതായാലും പൊളിക്കണം, മുസൽമാൻ്റേതായാലും പൊളിക്കണം. ഇതിനൊക്കെ അംഗീകാരം കൊടുക്കുന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാർലമെന്റ് പാസാക്കിയ വഖഫ് നിയമ ഭേദഗതിയുടെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയെന്ന് മുൻ എംപിയും സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റുമായ തമ്പാൻ തോമസിന്റെ വാക്കുകൾ കേൾക്കുക. റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി നീക്കിവെക്കുന്ന, ദൈവനാമത്തിൽ വെക്കുന്ന നടപടിക്രമമാണ് വഖഫ് നടപടി. ഇത് 1923 ഉണ്ടായി. പിന്നീട് 1995 ഭേദഗതി പ്രകാരം ഇന്ന് നിലവിലുള്ള വഖഫ് നിയമം നിലവിൽ വന്നു. ഈ വഖഫ് നിയമത്തിൽ ഭേദഗതികൾ കൊണ്ടുവരുന്നു എന്ന നിലയിൽ ഇപ്പോൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ള നിയമമായി തീർന്നിട്ടുള്ള വസ്തുത, വഖഫ് എന്നതിനെ ഇല്ലായ്മ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നതായ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം മതങ്ങൾക്ക് ഉള്ള ചില സംരക്ഷണങ്ങൾ ഇല്ലാതെ കണ്ടാക്കി തീർക്കുന്നതോ അതിലേക്ക് കടന്നുകയറ്റം നടത്തുന്നതായി തീർന്നിരിക്കുകയാണ്. ഇതിൽ വഖഫ് പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടത്തിയിട്ടുള്ളതും ജസ്റ്റിസ് സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഉപയോഗയോഗ്യമാക്കി തീർക്കാൻ കഴിയാത്ത വൻപിച്ച ഒരു സ്വത്ത് ഉപയോഗയോഗ്യമാക്കി തീർക്കുകയും മുസ്ലിം സമൂഹത്തിലെ അധസ്ഥിത വിഭാഗങ്ങൾക്ക് ഉപകാരപ്രദമായി തീരത്തക്കവണ്ണം അത്തരം സമ്പത്ത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് ശുപാർശ ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അത് വ്യക്തമാക്കപ്പെടുകയും ചെയ്തിരുന്നു. ആ സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ ആസ്പദമാക്കിക്കൊണ്ടല്ല ഇന്ന് പാർലമെൻറ്റിൽ ഒരു നിയമ ഭേദഗതി അവതരിപ്പിക്കുകയും പാസ്സാക്കുകയും ചെയ്തിട്ടുള്ളത്. ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ള ഭരണകക്ഷി അത് കൊണ്ടുവരികയും അത് അവരെ പിന്താങ്ങുകയും ചെയ്തതിൻ്റെ ഫലമായി അത് ഇന്ന് നിയമമായി തീർന്നിരിക്കുകയാണ്. ആ നിയമം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ന്യൂനപക്ഷ അവകാശ സംരക്ഷണങ്ങൾക്ക് അത് പരിധി ഏർപ്പെടുത്തുന്നു, അത് ഇല്ലായ്മ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ റിസൾട്ട്. ഇപ്പോൾ ദേവസ്വം ബോർഡുകളെ ഭരിക്കുന്നതിന്, ദേവസ്വം ബോർഡുകളിലെ സ്വത്തിനെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുസ്ലിം അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമിതിക്ക് അവകാശമുണ്ട് എന്ന് തീരുമാനിക്കാനുള്ള സാധ്യതയുണ്ടോ? മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് മുസൽമാൻ്റെ വിശ്വാസ പ്രമാണം അനുസരിച്ച് അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ സംരക്ഷിക്കുന്നതിന് അനുവദിച്ചിരുന്ന അവരുടെ സ്വത്തിനെ സംബന്ധിച്ച് അത് ജംഗമ സ്വത്തുക്കളായിരുന്നാലും സ്ഥാവര സ്വത്തുക്കളായിരുന്നാലും അവ മാറ്റിവെക്കുന്നതിന് അവകാശം നൽകിയിരുന്ന കാര്യങ്ങളെയാണ് ഈ ഭേദഗതി മുതൽ മാറ്റം ചെയ്യുന്നത്. അതിൽ ദൈവീകമായ നാമത്തിൽ മാറ്റിവെക്കുന്ന ഈ സ്വത്ത് ഒരു ഡീറ്റൻഷനാണ്. അത് മറ്റൊരു തരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നതാണ് അതിൻ്റെ അടിസ്ഥാന തത്വം. അങ്ങനെ ദൈവീക നാമത്തിൽ ഒരാളുടെ സ്വത്ത് മാറ്റിവെച്ചത് ഉപയോഗിക്കുന്നത് അത് പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നതിലേക്കുള്ള കടന്നുകയറ്റം
യാതൊരു തരത്തിലും അതിനെ ലഘൂകരിക്കാൻ വേണ്ടിയാകരുത്. കാരണം ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന സംരക്ഷണങ്ങൾ, ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന സംരക്ഷണങ്ങൾ, അത് ഭരണഘടനയുടെ 25-ാം അനുച്ഛേദമനുസരിച്ച് അവർക്ക് അത് നടത്തിക്കൊണ്ടു പോകുന്നതിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നു. ഇത് നാളെ മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കും ഉണ്ടാകാം. മുസൽമാൻ ദൈവീക നാമത്തിൽ ചാരിറ്റബിൾ ആവശ്യങ്ങൾക്ക് വേണ്ടി, പൊതുപ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സ്വത്ത് സർക്കാർ കൈകടത്തി സർക്കാരിന് യഥേഷ്ടം കൈകാര്യം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ഏത് വിധത്തിൽ നൽകിയാലും അത് തെറ്റാണ്. മുനമ്പം ഇഷ്യൂ ഈ അമെൻമെൻറ്റിൻ്റെ ഗുണഭോക്താവോ അമെൻമെൻറ്റ് കൊണ്ട് ഏതെങ്കിലും പ്രയോജനം നേടുകയോ ചെയ്യുന്നതല്ല എന്നാണ് എനിക്ക് പ്രഥമദൃഷ്ട്യാ തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നിലനിൽക്കുന്ന തർക്കം, മുനമ്പം വസ്തു ഒരു വഖഫ് മുഖേന അള്ളാഹുവിൻ്റെ നാമത്തിൽ സിദ്ദിഖ് സേട്ട് ഫറൂഖ് കോളേജിന് കൊടുത്തത്, കൈകാര്യം ചെയ്ത് കൊടുത്തത് ചില വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ്. ആ വ്യവസ്ഥ അത് കൈമാറ്റം ചെയ്യുവാനുള്ള പൂർണ്ണ അവകാശം ഈ ഫറൂഖ് കോളേജിന് കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു ഒന്ന്. രണ്ട്, ഇത് അങ്ങനെ ഒരു വഖഫിൽ വെക്കാൻ കഴിയാത്ത വ്യവസ്ഥ ഉൾപ്പെടുത്തുകയും വ്യക്തമായി മുക്തവല്ലിയെ നിയമിക്കാതിരിക്കുകയും വഖഫ് ബോർഡ് മുൻകാലങ്ങളിൽ വഖഫിൻ്റെ സ്വത്തായി അംഗീകരിക്കാതിരിക്കുകയും അക്കാലങ്ങളിൽ അവിടെ നടന്ന പ്രക്ഷോഭങ്ങളുടെയും അവിടെ നടന്ന കൈവശാവകാശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിയമപരമായി നിയമിക്കപ്പെട്ട കോടതികൾ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും അടിസ്ഥാനത്തിലും അവിടുത്തെ കൃഷിക്കാർക്ക് പതിച്ചു കൊടുക്കുകയും കിട്ടുകയും ചെയ്തത്, അവർ കൈമാറ്റം ചെയ്തത് പിന്നീട് വഖഫ് ഭൂമിയാണ് എന്ന് തർക്കം വഖഫ് ബോർഡ് ഉന്നയിച്ചപ്പോൾ വഖഫിൻ്റെ പ്രയോജകൻ എന്ന നിലയിൽ വന്ന ബോർഡ് കോളേജ്, ഫറൂഖ് കോളേജ്, അത് വഖഫല്ല, അത് കോളേജിന് കിട്ടിയ ദാനം മാത്രമാണ്, കൈമാറ്റാവകാശത്തോട് കിട്ടിയ ദാനമാണ്, അങ്ങനെ കൈമാറ്റം ചെയ്തത് ശരിയാണ് എന്ന് വാദിക്കുകയും അതിനായി കേസുകൾ ഫയൽ ചെയ്യുകയും മുന്നോട്ട് പോവുകയും ചെയ്തു. 1960 ഉണ്ടായ 58, 59, 60 മുനമ്പത്ത് കൃഷിക്കാർ തങ്ങൾക്ക് കിട്ടിയ ഭൂമി തങ്ങൾക്ക് കിട്ടണം, തങ്ങൾ കടൽ എടുത്തുകൊണ്ട് പോവുകയും കടൽ വെക്കുകയും ചെയ്ത ഭൂമി, കടൽ ഒരു സ്ഥലത്ത് നിന്ന് ഭൂമി എടുത്തെങ്കിൽ മറുവശത്ത് വെച്ചു, അവിടെ ഞങ്ങൾ വന്നു, ഞങ്ങളുടെ അവകാശമായി ഞങ്ങൾ ആ ഭൂമി കൃഷി ചെയ്തു, അത് ഞങ്ങളുടേതാണ് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വന്ന ആളുകൾ, അവരുടെ സമരത്തിന് അന്നത്തെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുകയും കേരളത്തിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പട്ടനാണുള്ള ആ അവകാശങ്ങൾ അവർക്കുണ്ട് എന്ന് കൊടുക്കുകയും അത് ട്രിബ്യൂണലുകൾ മുഖേന കിട്ടുകയും ചെയ്തത് കുറേ പ്രദേശങ്ങൾ കൈമാറ്റം ചെയ്തിട്ടുണ്ട്. അതാണ് 1960 കഥ. ആ സമരത്തിൽ ഞാൻ പങ്കാളിയായിരുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, അന്നത്തെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ്, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ISO എന്ന സംഘടനയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ മുനമ്പത്ത് നടന്ന മുനമ്പം മത്സ്യത്തൊഴിലാളി സമരങ്ങളിൽ പങ്കെടുക്കുകയും ശ്രീ പട്ടനാണപിള്ള തന്നെ ആ സ്ഥലം സന്ദർശിച്ച് അവരോട് ഇത് കൃഷിക്കാരുടെ ഭൂമിയാണെന്ന് പറയും, അവർക്കത് കിട്ടുകയും ഒക്കെ ചെയ്തു. പക്ഷെ പിന്നീട് ഉണ്ടായ സംഭവവികാസങ്ങൾ ഇതിൻ്റെ അവകാശം കൈമാറ്റം ചെയ്യുവാൻ അവകാശമുണ്ട്, അധികാരമുണ്ട് എന്ന നിലയിൽ ഫറൂഖ് കോളേജിനുണ്ടായിരുന്ന ഭൂമികൾ പല സ്ഥലത്ത് 400ഓളം ഏക്കർ സ്ഥലം പോൾ എന്ന് പറയുന്ന ഒരു മധ്യവർത്തി മുഖേന കൈമാറ്റം ചെയ്ത് വിറ്റ് പണമാക്കി മാറ്റി. അത് ഫറൂഖ് കോളേജിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി ഉപയോഗിച്ചു. ഈ ഒറിജിനൽ ഡീഡിൽ തന്നെ, വഖഫ് ഡീഡിൽ തന്നെ വഖഫ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ കൈമാറ്റം ചെയ്യുവാനുള്ള അവകാശവും കൊടുത്തിരുന്നു. ഇതൊരു വഖഫല്ല എങ്കിൽ തനിക്ക് തിരിച്ചു കിട്ടണം എന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് സിദ്ദിഖ് സേട്ടിൻ്റെ അനന്തരാവകാശികൾ കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്.
ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇന്ന് മുനമ്പത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ പ്രശ്നങ്ങളെ പരിഹരിക്കും എന്നുള്ള വ്യവസ്ഥയിൽ പരിഹരിക്കാനാണ് തങ്ങൾ ഇടപെട്ടിട്ടുള്ളത്. അത് ഈ ഭേദഗതിയിലൂടെ പരിഹരിക്കപ്പെടും. ഇപ്പോൾ വരുന്ന ഭേദഗതി അംഗീകരിക്കപ്പെട്ടാൽ അത് നടക്കും എന്ന പ്രഖ്യാപനത്തോടെയാണ് BJP സംഘടിതമായി മുനമ്പത്തെ ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും സമരരംഗത്ത് വരികയും ചെയ്തത്. ഇന്ന് ഈ അമെൻമെൻറ്റ് പാസ്സായി നിയമമായിരിക്കുന്നു. ഇപ്പോൾ ആ നിയമം പരിശോധിക്കുമ്പോൾ അതിൽ 2A എന്ന് പറയുന്ന വകുപ്പിൽ ഈ ഭൂമി വഖഫ് അല്ല എന്ന് വ്യാഖ്യാനിക്കുവാൻ കോളേജിന് അവസരം കിട്ടുന്നു. കോളേജും ഒരു ട്രസ്റ്റാണ്, വഖഫ് ഒരു ട്രസ്റ്റാണ്. ഒരു ട്രസ്റ്റിൽ നിന്ന് മറ്റൊരു ട്രസ്റ്റിലേക്ക് കൈമാറ്റം ചെയ്യുവാൻ പാടില്ല എന്ന് ബോറ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിമുകളെ സഹായിക്കുന്നതിന് വേണ്ടി അവർ നൽകിയ മറ്റൊരു സംസ്ഥാനത്തിൽ ഒരു തർക്കമുയർന്നപ്പോൾ അവർക്ക് വേണ്ടി ഉൾപ്പെടുത്തിയ വകുപ്പ് ഇവർക്ക് ബാധകമാകും, അത് ഇവർക്ക് ഗുണം ചെയ്യുമെന്നാണ് ഇപ്പോൾ BJP പറയുന്നത്. 2A എന്ന വകുപ്പ് ഒരു ട്രസ്റ്റിൽ നിന്ന് മറ്റൊരു ട്രസ്റ്റിലേക്ക് കൈമാറ്റം ചെയ്യുവാൻ അസാധുവാക്കിയിട്ടുള്ളത് വഖഫ് അല്ലാതെ ഉണ്ടാക്കി തീർക്കുമെന്നുള്ളതാണ്. എന്തിനേറെ പറയണം, കേരളത്തിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെ, മുന്നണികൾ ഉൾപ്പെടെ, കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഈ കോളേജ് സ്വീകരിച്ചിരുന്ന നിലപാടിനോട് അനുകൂലമായിരുന്നു. അത് വഖഫാണ് എന്നുള്ള ഒരു വാദഗതി അല്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയത് വഖഫ് ബോർഡാണ്. അപ്പോൾ വഖഫ് ബോർഡിൻ്റെ നടപടിക്രമങ്ങളെ ക്രമീകരിക്കുന്ന അമെൻമെൻ്റ് ആയിരുന്നു എങ്കിൽ, അതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഭേദഗതിയാണ് കൊണ്ടുവന്നിരുന്നത് എങ്കിൽ അതിനുള്ള അവകാശം മുനമ്പം നിവാസികൾക്ക് കിട്ടുമായിരുന്നു. മുനമ്പം നിവാസികൾ ഈ കാര്യത്തെ സംബന്ധിച്ച് ഒട്ടേറെ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ചില ഭൂപരിഷ്കരണ നിയമം അനുസരിച്ചുള്ള അവാർഡുകൾ അവർ പലരും നേടിയെടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. ഈ മുനമ്പം നിവാസികളെ സഹായിക്കാനായിരുന്നുവെങ്കിൽ വ്യക്തമായും ഇത് വഖഫ് അല്ല എന്ന് വരത്തക്കവണ്ണം ഇത് കൈമാറ്റാവകാശം കൊടുക്കുന്നതിനാലും വഖഫിൻ്റെ മുത്തവല്ലി എന്ന് വഖഫ് ബോർഡ് പറയുന്ന അത് മുത്തവല്ലി അല്ല, തങ്ങൾക്ക് ദാനമായി കിട്ടിയതാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ അത് വഖഫല്ല എന്ന് മുനമ്പം വിഷയത്തെ ഉന്നയിച്ചുകൊണ്ട് ഈ ബില്ലിൽ ഒരു വ്യവസ്ഥ ഉണ്ടാകണമായിരുന്നു. അത്തരമൊരു ബില്ലായിരുന്നുവെങ്കിൽ ഇത് മുനമ്പംകാരെ സഹായിക്കുമായിരുന്നു. ശ്രീ VR കൃഷ്ണയ്യർ കേരളത്തിലെ നിയമമന്ത്രി ആയിരിക്കുമ്പോൾ കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമത്തിൽ കൊണ്ടുവന്ന ഒരു ഭേദഗതിയെ സംബന്ധിച്ച് ഇപ്പോഴും അന്നത്തെ കാലം വിളിച്ചിരുന്ന മുദ്രാവാക്യങ്ങൾ ഞാൻ ഓർക്കുന്നു. രാമയ്യർ, അദ്ദേഹത്തിൻ്റെ പിതാവ് ഉണ്ടാക്കിയ ഒരു ട്രസ്റ്റ് എക്സെപ്റ്റ് ചെയ്തു പോകത്തക്കവണ്ണം ആ നിയമത്തിൽ വകുപ്പുണ്ടായിരുന്നുവെന്ന്. എന്തുകൊണ്ട് ഈ നിയമത്തിൽ മുനമ്പം നിവാസികളെ സഹായിക്കുവാൻ BJP ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഇന്ന് BJPയുടെ പ്രസിഡന്റ് രജീവ് ചന്ദ്രശേഖരും മറ്റാളുകളും BJPയിൽ അംഗങ്ങളെ ചേർക്കുന്നതിന് വേണ്ടി അവിടെ പോവുകയും അവിടെ അംഗങ്ങളെ ചേർക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ മറുപടി പറയണം. കേസുകളുടെ എണ്ണം കൂടുമെന്നുള്ളതല്ലാതെ, വീണ്ടും കേസുകൾ വരുമെന്നുള്ളതല്ലാതെ, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 226 അനുസരിച്ച് ഹൈക്കോടതിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ആ അധികാരത്തോടൊപ്പം ഇത്തരം കാര്യങ്ങളെ റിവിഷണൽ ജൂറിസ്ഡിക്ഷനിൽ കൊണ്ടുവരുവാൻ കഴിയുമെന്ന് ഒരു അമെൻമെൻ്റ് ആയിരുന്നു എങ്കിൽ ആ അമെൻമെൻ്റ് കൊണ്ട് പ്രയോജനമുണ്ടാകുമായിരുന്നു. ഉദാഹരണത്തിന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ബില്ലിനെ സംബന്ധിച്ച് ഞാൻ പാർലമെൻറ്റ് അംഗമായിരിക്കുന്ന അവസരത്തിൽ 2 അവസരങ്ങളിൽ പാർലമെൻറ്റിൽ ചർച്ചകൾ വന്നിട്ടുണ്ട്. ആ അമെൻമെൻ്റ് വന്നപ്പോൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് ഫൈനലാണ് എന്ന് പറയുന്നത് റിവിഷണൽ ജൂറിസ്ഡിക്ഷന് വിധേയമാക്കുന്നതും സുപ്രീം കോടതി വരെ പോകാവുന്നതും ആക്കി തീർക്കുന്ന ഭേദഗതികൾ കൊണ്ടുവരികയുണ്ടായി. അത്തരത്തിലുള്ള ഒരു ഭേദഗതി വ്യക്തമായി ഈ കാര്യങ്ങൾ കോടതിയുടെ വിധിക്ക് വിധേയമായിരിക്കും, അല്ലെ വിധിക്ക് അവകാശമുണ്ട്, ഇത് ഭരണഘടനാപരമായ വസ്തുതയാണ് എന്നുള്ളത് സ്ഥാപിച്ചിരുന്നു എങ്കിൽ അതായിരുന്നതിനെ കൂടുതൽ പ്രയോജനപ്രദം. ഇതിപ്പോൾ പ്രയോജനമുണ്ടാകും എന്ന് പറയാൻ കഴിയില്ല. ഇന്ന് നിലനിൽക്കുന്ന കേസുകളിലും ഇനി വരാൻ പോകുന്ന കേസുകളിലും ബോറ കമ്മ്യൂണിറ്റിക്ക്
2A പ്രകാരം കൊടുത്തിട്ടുള്ള അവരുടെ ആവശ്യപ്രകാരം ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി നടത്തിയ ശുപാർശകൾ, ആ ശുപാർശകളുടെ വെളിച്ചത്തിൽ കൊണ്ടുവന്നിട്ടുള്ള 2A അമെൻമെൻറ്റ് ഒരു ട്രസ്റ്റ് മറ്റൊരു ട്രസ്റ്റിന് കൈമാറ്റം ചെയ്തത് ശരിയല്ല എന്ന് പറയാമെന്നതിൽ കവിഞ്ഞ്, പറയാൻ കഴിയുമോ എന്ന വാദമുന്നയിക്കാമെന്നതിൽ കവിഞ്ഞ് വ്യക്തമായി ഈ അമെൻമെൻറ്റ് ബില്ല് കൊണ്ട് യാതൊരു പ്രയോജനവും മുനമ്പം നിവാസികൾക്ക് കിട്ടുന്നില്ല. മുനമ്പം നിവാസികൾക്ക് വേണ്ടത്, മുനമ്പം നിവാസികൾ ഇതിൻ്റെ കൈവശാവകാശവും ഉടമസ്ഥാവകാശവും ട്രാൻസ്ഫർ മുഖേന നേടിയെടുത്തതും അവർക്ക് ദീർഘകാലമായി അവർ ഉപയോഗിച്ചുകൊണ്ട് ഇരുന്നതുമായ ഭൂനിയമപ്രകാരം അവർക്ക് കിട്ടിയിട്ടുള്ള അവകാശം, അവരുടെ നിന്ന് കരം വാങ്ങിക്കൊണ്ടിരുന്ന ഭൂമി, ആ ഭൂമി അവരുടേതാണെന്ന് പ്രഖ്യാപിക്കത്തക്കവണ്ണം അതിന് ഇത് ബാധകമല്ല എന്ന് വരത്തക്കവണ്ണം ആണ്. മറ്റൊന്ന് നമ്മൾ ചിന്തിച്ചാൽ, ഇതിൻ്റെ മുത്തവല്ലി എന്ന് ഇന്ന് ചിലർ വിശേഷിപ്പിക്കുന്ന ഫറൂഖ് കോളേജ് തന്നെ പറയുന്നു, ഞങ്ങൾ മുത്തവല്ലിയല്ല, ഞങ്ങൾക്ക് ഇത് വിട്ടുതന്നതാണ്, കൈമാറ്റം ചെയ്യാൻ അവകാശത്തോടു കൂടി തന്നതാണ്. അതിനേക്കാൾ ഉപരി ഇത് വഖഫല്ല എങ്കിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിദ്ദിഖ് സേട്ടിൻ്റെ അനന്തരാവകാശികൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ എന്ത് ഗുണമാണ് ഈ മുനമ്പത്തുകാർക്ക് കിട്ടിയിട്ടുള്ളത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. കൂടുതൽ കേസുകളുണ്ടാകും, ഇനിയും കേസുകളുടെ എണ്ണം പെരുകും, ഇത് ദീർഘകാലമായി നീണ്ടുപോകും. ഈ ഭൂമിയുടെ അവകാശികൾക്ക് ആ ഭൂമി കാശ് കൊടുത്ത് വാങ്ങിച്ചതും രജിസ്റ്റർ ചെയ്ത ആധാരങ്ങൾ മുഖേനയുള്ള ഭൂമി പണയം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് വിറ്റുകൊണ്ട് അത് കൈമാറ്റം ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കുന്നതിന് റവന്യൂ അധികാരികൾ എതിരായി നിൽക്കും എന്നത് മാത്രമാണ് പ്രയോജനം. ഇവരെ സഹായിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ വ്യക്തമായ ഒരു അമെൻമെൻറ്റ്, ഇത് സ്ഥാപിക്കുന്ന അമെൻമെൻറ്റ്, ഫറൂഖ് കോളേജ് പറയുന്ന ആ ആവശ്യങ്ങളെ അംഗീകരിച്ചു കൊടുക്കുന്ന അമെൻമെൻറ്റ് ഈ ബില്ലിൽ ഉണ്ടാകേണ്ടതായിരുന്നു. അതുകൊണ്ട് മുനമ്പം കൃഷിക്കാർക്ക്, കൈവശാവകാശക്കാർക്ക് ഇതുകൊണ്ട് ഉണ്ടാകുന്ന പ്രയോജനം കൂടുതൽ കേസുകൾ നടത്താൻ അവസരമുണ്ടായി എന്നുള്ളതല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. BJP സഹായകരമായ നിലപാട് സ്വീകരിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. ഈ മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളിന്മേൽ കടന്നു കയറാൻ ഗവൺമെൻറ്റിനെ അനുവദിക്കുന്ന ഒരു അവകാശം കൊടുക്കുക വഴി ഭരണഘടനാ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി ന്യൂനപക്ഷങ്ങളിൽ ഭിന്നിപ്പ് ഉണ്ടാക്കത്തക്കവണ്ണം ഒരവസ്ഥാവിശേഷം ഉണ്ടാക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഈ ബില്ലിനെ പിന്താങ്ങിയത് കൊണ്ടോ പിന്താങ്ങാത്തത് കൊണ്ടോ അല്ല പ്രയോജനം. ഈ ബില്ലിൽ വ്യക്തമായി ഈ വിവരം എഴുതി ചേർക്കുന്ന ക്ലോസ് അമെൻമെൻറ്റായി കൊണ്ടുവന്ന് പാസ്സാക്കേണ്ടതായിരുന്നു. അതില്ലാത്തിടത്തോളം കാലം വഞ്ചി തിരുനക്കര തന്നെ മുനമ്പം ഇഷ്യൂ വീണ്ടും ഒരു തർക്ക വിഷയമായി തന്നെ നിലകൊള്ളും. അവർക്ക് സ്ഥായിയായി അവകാശങ്ങൾ സാധിച്ചു കിട്ടാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഈ ബില്ല് മറ്റ് ന്യൂനപക്ഷങ്ങളെ എങ്ങനെ ബാധിക്കും? അത് ബാധിക്കും, മറ്റ് ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്നില്ല, അതിനൊരു സിഗ്നലായിട്ട് മാറും. ഇന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് KCBC പറയുമ്പോൾ ഇത് നാളെ പിന്നെ ഒരു കാര്യം എടുത്ത ക്രിസ്ത്യൻ സംഘടനകൾക്ക് ഇത്തരം ഒരു നിയമത്തിൻ്റെ പരിരക്ഷയില്ല. പക്ഷെ നാളെ പക്ഷേ പുതിയ നിയമങ്ങൾ കൊണ്ടൊരു എടപ്പള്ളി പള്ളിയിലെ നേർച്ചപ്പെട്ടിയിൽ ഇട്ടിട്ടുള്ള കാശ് ജനങ്ങളുടെ കാശാണ്. അതുകൊണ്ട് ഈ പണം ഉപയോഗിക്കേണ്ടത് ഞങ്ങളാണ്, ഞങ്ങൾക്ക് അതിന്മേൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഒരു നിബന്ധന കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് കണ്ടറിയണം. അത്രയേ ഉള്ളൂ. എല്ലാ പള്ളികളുടെ മുമ്പിൽ കുരിശുകളുണ്ടല്ലോ, കുരിശിൻ്റെ മുന്നിൽ കാച്ചിടുന്നുണ്ടല്ലോ, അത് പൊതുജനങ്ങളല്ലേ ഇടുന്നത്. ആ പൊതുജനങ്ങളുടെ കാശ് ജനങ്ങളുടെ കാശല്ലേ. ഇത് പള്ളിക്ക് എന്താ അവകാശം? നാളെ പറഞ്ഞുകൂടെ? ഈ മുനമ്പം വ്യക്തമായി മുനമ്പത്തുകാരെ സഹായിക്കുന്നുവെങ്കിൽ വ്യക്തമായ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരം ഒരു വഖഫ് ഡീഡ് അല്ല, ആ ഡീഡിനെ സംബന്ധിച്ചിടത്തോളം ആ കൈവശക്കാരുടേതാണ്. ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം കേരള ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരുന്ന നടപടികൾ തുടർന്ന് നടത്തണം. ഇത് അടന്ന് തിട്ടപ്പെടുത്തണം. ഏതാണ് എന്താണ്, കടലിൽ വെച്ച ഭൂമി ഏത്, കടലെടുത്ത ഭൂമി ഏത്, ഈ വഖഫിനെ സംബന്ധിച്ചിടത്തോളം അവകാശവാദം നിലനിൽക്കുമോ എന്നുള്ളത് തീരുമാനിക്കണം. കൂടുതൽ കേസുകൾ തുറന്നു കൊടുക്കുന്നു എന്നുള്ളത് മറ്റൊന്നും ഈ അമെൻമെൻറ്റ് കൊണ്ട് നടക്കുന്നില്ല. ഇതാണ് എൻ്റെ വിശ്വാസം. മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെ ഇത് ബാധിക്കുന്നത്?
മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനല്ലാതെ വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ വഖഫ് പ്രോപ്പർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരം തർക്കങ്ങളില്ലല്ലോ. ഇനി വരാൻ പോകുന്ന ഇതൊക്കെയാണ്. ഇപ്പോൾ കൊടുങ്ങല്ലൂർ പള്ളിയുണ്ട്, സെൻറ് തോമസ് ചർച്ച്. ആ സെൻറ് തോമസ് ചർച്ചിൻ്റെ അടിയിൽ വിഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഗാൻവാപ്പി അവിടെ ആവർത്തിക്കുക. അതൊക്കെ ഉള്ളൂ ഇനി ഉണ്ടാകാൻ പോകുന്നത്. പള്ളിയുടെ അടിയിൽ ശിവലിംഗം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പള്ളി പൊളിക്കണം. അത് ക്രിസ്ത്യാനിയുടേതായാലും പൊളിക്കണം, മുസൽമാൻ്റേതായാലും പൊളിക്കണം. ഇതിനൊക്കെ അംഗീകാരം കൊടുക്കുന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.